ഉച്ചയ്ക്ക് നല്ല കാര്യമായിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ട് ഞാൻ ഡിന്നറിന് റാഗി വെച്ചിട്ടൊരു സ്മൂതി ഉണ്ടാക്കി കേട്ടോ. അശ്വിനോട് വെച്ചപ്പോൾ അശ്വിൻ പറഞ്ഞു അതൊന്നും വേണ്ട, ഞാൻ ഒന്നും കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണേ. കുറേ കഴിയുമ്പോൾ ഇതാ ഒരു ആഗ്രഹം കൊണ്ട് വന്നിരിക്കുന്നു, കിച്ചടി ഉണ്ടാക്കി തരുമോയെന്ന്. പിന്നെ എന്നോട് കുക്കിങ്ങിന് എന്തെങ്കിലും ഒരു ആഗ്രഹം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഏത് പാതിരാത്രി ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. എനിക്കെന്തോ പറ്റൂല എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ അതിന് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞു പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി റെസിപ്പി നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ജീരകം പൊട്ടിച്ചെടുക്കണം. അപ്പോഴേക്ക് ഇത് ആ സ്മെല്ലടിച്ചിട്ട് ആൾ വരുന്നുണ്ട് കേട്ടോ. ഇനി നല്ല സ്മെല്ല് എപ്പോഴാണ് അറിയ വരിക, ഇതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുമ്പോൾ ഒന്നും പറയണ്ട, അപ്പോൾ വരുന്നൊരു സ്മെല്ലുണ്ടല്ലോ, നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കാം. ഞാനത് സ്കിപ്പായി പോയിട്ടോ ഇന്ന്. പിന്നെ അശ്വിൻ പറഞ്ഞു അവന് വറ്റൽമുളക് ഇടണമെന്ന്. അതെന്താഗ്രഹമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാനൊരു വറ്റൽമുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. പച്ചക്കറിയായിട്ട് ഞാൻ തക്കാളിയും ക്യാരറ്റും അതുപോലെ ബീൻസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് അവന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് അങ്ങ് ഒഴിവാക്കി. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിലാദ്യം പട്ടയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, അതൊന്നും അവന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ദാലും അതുപോലെ റൈസ് ഒരു കപ്പാണെങ്കിൽ ഒരു 3/4 കപ്പ് ദാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു 5 വിസിൽ നന്നായിട്ട് വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോഴേക്കും ഇത് അവർ രണ്ടൊരാൾക്ക് നല്ല കളിയൊക്കെ ആയിരുന്നേ. ഒരു 5 വിസിലടിച്ചതിന് ശേഷം ഞാൻ പോയി നോക്കുമ്പോഴേക്കും ഇതാ കറക്റ്റായിട്ട് നമ്മുടെ കിച്ചടി വന്നിട്ടുണ്ട്. അശ്വിൻ ഇതുപോലെ കിച്ചടിയാണ് കേട്ടോ ഇഷ്ടം, വെള്ളം പോലെ. Thank you. Bye.